ദേവിക വാ. ദാ എന്റെ മോളുടെ വിജയത്തിളക്കത്തിൽ ഈ അമ്മയുടെ സന്തോഷം മധുരം കൊടുത്ത് ഞാൻ പങ്കുവയ്ക്കുക. ദേവിക തെരഞ്ഞെടുപ്പിൽ എന്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷേ ജീവിതത്തിൽ നീ എന്നും എന്റെ മോള. അമ്മേ, സത്യത്തിൽ ഒരു മത്സരം വന്നത് നന്നായി. എന്റെ കുറവുകൾ ഞാൻ തിരിച്ചറിഞ്ഞു. നിന്റെ കഴിവുകൾ എനിക്ക് മനസ്സിലാക്കാനും സാധിച്ചു. ജനങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടണമെങ്കിൽ എന്തെന്ത് ഗുണങ്ങൾ വേണമെന്നും മത്സരിക്കുമ്പോൾ എതിർ സ്ഥാനാർത്ഥിയോട് എങ്ങനെ പെരുമാറണമെന്നും ഒക്കെ എനിക്ക് മനസ്സിലായി. മുമ്പ് ഞാൻ നിന്നോട് നോമിനേഷൻ പിൻവലിക്കാൻ പറഞ്ഞിരുന്നു. പക്ഷെ ജനങ്ങൾ തീരുമാനിച്ചു നീ വിട്ടുപോകരുതെന്ന്. ജനഹിതം തന്നെയാ മുൻപിൽ നിൽക്കേണ്ടത്. പിന്നെ ഞാൻ പല സന്ദർഭങ്ങളിലും നിന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. അമ്മയോട് ക്ഷമിക്കണം മോളെ. ദേവിക മോളുടെ വിജയം സിദ്ധുവിന്റെ നിലപാടുകളുടെയും ഉറച്ച തീരുമാനത്തിന്റെയും വിജയോ? ഒരച്ഛന്റെ വിജയം. നന്ദ, നിന്റെ ഭാര്യയെ നീ തെരഞ്ഞെടുത്തതാ. അവളെ ഈ നാടും ഏറ്റെടുത്തു. നീ ഭാഗ്യവാനായ ഭർത്താവാ. ഗിരീഷ് എന്നോടൊപ്പം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് കൂടെ നിന്നിരുന്നുവെങ്കിലും സ്വന്തം സഹോദരി ജയിച്ചിരുന്നെങ്കിലെന്ന് മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്. ദേവികയല്ല, നമ്മുടെ കുടുംബം മുഴുവനും ജയിച്ചു. രജനി, അമ്മയോടുള്ള സ്നേഹത്തിന്റെ ആഴം നിന്നിലൂടെ ഞാൻ ഒരുപാട് അനുഭവിച്ചു. അതുകൊണ്ട് തന്നെ നീ ദേവികയെ ശത്രുവായി കണ്ടു. പക്ഷേ ദേവിക ശത്രുവല്ല, നിന്റെ അനിയത്തിയ. എല്ലാരും എന്താ ഇങ്ങനെ നിൽക്കുന്നത്? മധുരം കഴിക്കേ. കഴിക്ക് സിദ്ധു. അമ്മേ, എന്താ മോളെ? എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. മോളെ, ഞാൻ അമ്മ